കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ തൃശൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കിയത്. 6 ലക്ഷം കടമെടുത്ത മുസ്തഫ 40 ലക്ഷത്തിലധികം രൂപയാണ് പലിശക്കാർക്ക് നൽകിയത്. വ്യാപാര ആവശ്യങ്ങൾക്കായി പ്രദേശവാസിയായ പ്രഹ്ലേഷിൽ നിന്നും ദിവേഗിൽ നിന്നും മുസ്തഫ വാങ്ങിയത് 6 ലക്ഷം രൂപ. പലിശയും കൂട്ടുപലിശയുമായി 1.5 വർഷത്തിനിടെ കൊടുത്തു തീർത്തത് 40 ലക്ഷത്തിലധികം. 20 ലക്ഷത്തോളം രൂപ വില വരുന്ന 5 സെന്റ് ഭൂമി വെറും 5 ലക്ഷത്തിന് പലിശക്കാർ എഴുതി വാങ്ങി. നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് മുസ്തഫ കടുംകൈ ചെയ്തത്. കുറേ പലിശ ഒക്കെ കൊടുത്തു. മകളുടെ സ്വർണം, ബന്ധക്കാരെ സ്വർണം അങ്ങനെയൊക്കെ ഇട്ട് പിടിച്ചിക്കാൻ പറ്റാണ്ടാണ് പിന്നെയും ഈ സ്ഥലം എഴുതി കൊടുത്തത്. അത് ഈ തൈവളപ്പിൽ പ്രഹ്ലേഷ് എന്ന് പറഞ്ഞ ആളാണ് മരണമൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുസ്തഫയെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടകൾ പണം കൃത്യസമയത്ത് നൽകാത്തതിന് ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിച്ചു. ഭാര്യ ഒപ്പിട്ട് നൽകിയ ചെക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ബാങ്കിൽ നൽകി അവിടെ കേസ് നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. കടയിൽ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുക, അവിടെ എത്രയാണ് കച്ചവടമായിട്ടുള്ള പൈസ ഒക്കെ എടുത്തിട്ട് പോവുക, ഉപ്പാനെ ഭീഷണിപ്പെടുത്തുക. ഒരു സമ്മാനം ഇതൊന്നും കൊടുത്തിരുന്നില്ല. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ്. ഗുരുവായൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.